ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജേർണി വിത്ത് വിസ്മു. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആയിട്ടുള്ള എക്സാം റിവ്യൂ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് പോയി ഒന്നും കാണണം. അപ്പോൾ ഞാൻ എക്സാം റിവ്യൂ ഇട്ട സമയത്ത് നമുക്ക് 3 എക്സാം കൂടി ബാക്കി ഉണ്ടായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയും കൂടെ ഉണ്ടായിരുന്നു. സയൻസ് സബ്ജക്റ്റ് ബാക്കിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂവും കൂടെ നോക്കാം. സത്യം പറഞ്ഞാൽ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ കാണാനില്ല, ഒതുക്കിയപ്പോൾ എവിടെയോ കൊണ്ടുവച്ചു. പിന്നെ ഫിസിക്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫിസിക്സ് വലിയ കുഴപ്പമില്ലായിരുന്നു, എന്നാലും കുറച്ച് പാടായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് പാടായിരുന്നു. എനിക്കൊരു 2-3 മാർക്കിനൊക്കെ തെറ്റി, കാരണം ഡെറിവേഷൻസ് ഒക്കെ തെറ്റിപ്പോയി. എനിക്ക് നമ്മൾ സ്റ്റെപ്പൊക്കെ ചെയ്തപ്പോൾ ശരി, പക്ഷേ ഈ പോയിൻ്റൊക്കെ വരുന്ന കണക്കുകളൊക്കെ ഒന്ന് മിസ്റ്റേക്ക് പറ്റിപ്പോയി. അടുത്ത് കെമിസ്ട്രി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റിവ്യൂ ഇട്ടപ്പോഴത്തേക്ക് ഒരാൾ പറഞ്ഞു കെമിസ്ട്രി ഭയങ്കര ടഫായിരുന്നു. സെയിം വിത്ത് എനിക്കും ടഫായിട്ടാണ് തോന്നിയത്, പക്ഷേ ഭയങ്കര ടഫല്ല, എന്നാലും ഒരു കൈൻഡ് ഓഫ് ടഫായിട്ടാണ് തോന്നിയത്. അടുത്തത് ലാസ്റ്റ് എക്സാമായ ബയോളജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 3 സബ്ജക്റ്റ് എഴുതിയതിൽ വെച്ചിട്ട് എനിക്ക് ഇത്തിരി സിമ്പിളായിട്ട് തോന്നിയത് ബയോളജിയാണ്. കെമിസ്ട്രിയും ഫിസിക്സും വെച്ച് നോക്കുമ്പോൾ ബയോളജി ആയിരുന്നു എനിക്ക് സിമ്പിളായിട്ട് തോന്നിയത്. പിന്നെ സാധാരണ നമുക്ക് ലാസ്റ്റാണ് ഈ ഡ്രോയിങ് ക്വസ്റ്റ്യൻ പറഞ്ഞത്, പക്ഷേ ഇത്തവണ ഇടയ്ക്ക് വെച്ചായിരുന്നു ഡ്രോയിങ് ക്വസ്റ്റ്യൻ. പക്ഷേ ലാസ്റ്റ് തന്നെയാണ് അതിനെടുത്ത് വരച്ചത്. എനിക്കതാണ് ഒരു കംഫർട്ടായിട്ട് തോന്നിയത്. എന്തായാലും എല്ലാവർക്കും അടിപൊളിയൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ബയോളജി എല്ലാ എക്സാമും കഴിഞ്ഞു. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ അടച്ചു. ഇനിയിപ്പം ഓണം വെക്കേഷൻ ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഓണം സെലിബ്രേഷനൊക്കെ കണ്ടാലോ? നമ്പർ 1, ട്യൂഷനിലെ ഓണം സെലിബ്രേഷൻ. സമയം രാവിലെ 8:30 മണിക്കായിരുന്നു. നല്ല സൂപ്പർ ദിവസമായിരുന്നു. അങ്ങനെ ഞാൻ റെഡിയായി ഇറങ്ങി. വളരെ സിമ്പിളായൊരു കേരളീയ വേഷമായിരുന്നു എൻ്റെത്. അപ്പം ഞാൻ റെഡിയായി ഇറങ്ങി. ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ ബസ് ഇറങ്ങിയിട്ട് ഒരുമിച്ച് പോയതാണ്. സത്യം പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയം എവിടെയാണെന്നൊന്നും ഞങ്ങൾക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല. ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ വകയുള്ള ഓഡിറ്റോറിയം ആയിരുന്നു. എന്തായാലും നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി ഒടുവിൽ ഓഡിറ്റോറിയത്തിലെത്തി. പിന്നെ പരിപാടിയൊക്കെ കണ്ട് സദ്യയൊക്കെ കഴിച്ചു. നല്ല സൂപ്പർ സദ്യയായിരുന്നു. നല്ല പായസമൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പരിപാടികളൊക്കെ കണ്ട്. പിന്നെ ഫുഡിന് കഴിക്കുന്നതിന് മുമ്പായിരുന്നു ഈ പരിപാടികളൊക്കെ. ബോയ്സിൻ്റെ വക തിരുവാതിര ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഓണക്കളികളുണ്ടായിരുന്നു. അതായത് നമ്മുടെ മ്യൂസിക്കൽ ചെയർ, വടംവലി, അങ്ങനത്തെ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി. അടുത്തതായി നമ്പർ 2, സ്കൂളിലെ ഓണം സെലിബ്രേഷൻ. സ്കൂളിലെ ഓണം സെലിബ്രേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 29th അതായത് 28th ട്യൂഷനിലെ സെലിബ്രേഷൻ, 29th അതായത് തൊട്ടടുത്ത ദിവസമായിരുന്നു സ്കൂളിലെ സെലിബ്രേഷൻ. സ്കൂളിലെ സെലിബ്രേഷൻ ഞാൻ പാവാടയും ബ്ലൗസും ഇട്ടുകൊണ്ട് പോയത്, വേറെ ഒരെണ്ണമാണ് ഇട്ടത്. അങ്ങനെ പിന്നെ സ്കൂളിലെത്തി. നമ്മളായിരുന്നു അത്തപ്പൂവിൻ്റെയൊക്കെ മെയിൻ ഇനിഷ്യേറ്റീവ് എടുത്തത്. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സും കൂടി അത്തപ്പൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ചൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ കൂടുതലും നമ്മൾ വീട്ടിലുള്ള പൂക്കളാണ് കൊണ്ടുവന്നത്. അങ്ങനെ 10G 2K25 എന്നൊക്കെ എഴുതി നമ്മൾ അടിപൊളിയിൽ അത്തപ്പൂക്കളൊക്കെ ഇട്ടു റെഡിയാക്കി. പിന്നെ ചെറിയൊരു ട്രാൻസിഷൻ വീഡിയോ ഒക്കെ എടുത്ത് സൂപ്പറായിരുന്നു. കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓണം സെലിബ്രേഷൻ കഴിഞ്ഞ് സ്കൂളും അടച്ചു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.